ഹായ് ഫ്രണ്ട്സ്, മനോജാണ്. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ ബംഗ്ലാവിൻ്റെ കാഴ്ചകളിലേക്ക് തന്നെയാണ് പോകുന്നുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോ പിറവി സിനിമയുമായി ബന്ധപ്പെട്ട ലൊക്കേഷൻ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ബംഗ്ലാവ് എവിടെയാണെന്ന് വീഡിയോ കണ്ട കുറേ ആളുകൾ തന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കാഞ്ഞങ്ങാട് പാണത്തൂർ റൂട്ടിൽ പോകുന്ന സമയത്ത് മുട്ടിച്ചരലിനും ഇരിയയ്ക്കും ഇടയിൽ വരുന്ന സ്റ്റോപ്പാണ് ബംഗ്ലാവ് നിറുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട് നിറുന്നത്. ബംഗ്ലാവിലെ പഴയ കാലത്ത് ഇതിനെ കുതിരമാളിക എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് നമ്മുടെ ആ സിനിമയിലെ ആരംഭത്തിലെ വായനശാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങാണിത്. ആകെ ഇപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ആ സിനിമയുടെ ആരംഭ സീനിൽ ലൈബ്രറിയൊക്കെ ക്ലോസ് ചെയ്തിട്ട് മഴയുണ്ടോ മഴക്കാറുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുടയും നിവർത്തിയിട്ട് ഇറങ്ങിയിട്ട് നടക്കുന്ന ഒരു സീനും കാര്യങ്ങളും ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ലൈബ്രറിയുടെ ഫ്രണ്ട് ഭാഗമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഇതിൻ്റെ ഇതുപോലുള്ള റോഡും കാര്യങ്ങളൊന്നും അന്നത്തെ 1986 ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയത്ത് റോഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലൈബ്രറി ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സീനിൽ. പക്ഷേ ഇവിടെ ലൊക്കേഷനിൽ നമുക്ക് അതിൻ്റെ ഒരു പൊടി പോലും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ചിലപ്പോൾ അത് സെറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത സംഭവമായിരിക്കും. ഈ സൈഡിൽ സ്റ്റെപ്പ് കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. വായനശാല എന്നുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിതിൽ ക്ലിയറായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഫുള്ള് മരങ്ങളും വള്ളിപ്പടപ്പുകളൊക്കെ ആയിട്ട് നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ മറഞ്ഞു. അതിന് ബിൽഡിങ്ങിൻ്റെ എന്താ പറയുക മേൽക്കൂര കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇത് നിലവിലില്ല. ഈ ഒരു റോഡ് ഇപ്പോൾ നിർമ്മിച്ചതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു കൺഫ്യൂഷനായിരുന്നു. ഈ ഭാഗത്ത് വെച്ചിട്ടാണോ അതിൻ്റെ ഒരു ഷോട്ട് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ വേറെ റോഡുണ്ട്, ആ ഏരിയയിലേക്കാണോ അതിൻ്റെ ഷോട്ട് വെച്ചിട്ടുള്ളതെന്ന് കുറേ കൺഫ്യൂഷൻ അടിച്ചു. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഞാൻ അതിൻ്റെ സിനിമയിലെ വീഡിയോസ് കുറേ പ്രാവശ്യം കണ്ടു. സീൻ ബൈ വെച്ചിട്ട് കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ ഷോട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ടല്ല അതിൻ്റെ ഷോട്ടുകളും കാര്യങ്ങളും എന്തായാലും എടുത്തിട്ടുള്ളത്. കാരണം ഈ റോഡ് സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ട് ലെഫ്റ്റാണ് കട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ സിനിമ ഷോട്ടിലുള്ളത് സ്ട്രൈറ്റ് പോയിട്ട് അത് റൈറ്റ് ടേൺ ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് സിനിമയിൽ കാണുന്ന വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ആംഗിളിൽ വെച്ചിട്ടാണ് അന്നത്തെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നമുക്ക് ഈ ഒരു ആംഗിൾ വെക്കുന്ന സമയത്ത് നമുക്ക് അകലെ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് പോയിട്ട് അത് റൈറ്റ് ടേൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകുന്ന റോഡ് അതിപ്പോൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള റോഡാണെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലായിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ വെച്ചിട്ടായിരിക്കണം അന്നത്തെ ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ലൈബ്രറി ഇറങ്ങി നടക്കുന്ന ഒരു ഷോട്ട്. സംസ്ഥാനത്തും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ ഒത്തിരി അവാർഡുകൾ വാരിക്കൂട്ടിയ മലയാളത്തിലെ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ആദ്യം ജനിച്ച സിനിമയാണ് പിറവി എന്നുള്ളത്. അത് ഒത്തിരിയേറെ അവാർഡുകൾ മലയാളക്കാർക്ക് സമ്മാനിച്ച സിനിമ കൂടിയാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബ്രിട്ടീഷ് കാലത്തോളം പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണിത്. പണ്ട് കാലത്തൊക്കെ കുതിരമാളിക എന്നൊക്കെ അറിയപ്പെടുന്ന ബിൽഡിങ്ങാണിത്. അതിൻ്റെ അവശേഷിപ്പുകൾ ഇത്രയൊക്കെ ബാക്കിയുള്ളത് തന്നെ നമുക്ക് കാണാൻ കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ്. ഇതൊക്കെയാണ് പിറവി സിനിമയിലെ ഈ ലൊക്കേഷൻ്റെ കാഴ്ചകൾ.